ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജോർജ് ആറാമിൻ്റെ ഒരു പൈസ ഹോൾ നാണയങ്ങളുടെ വിവരങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ആദ്യം നമുക്കിതിൻ്റെ മിൻറ്റ് മാർക്ക് ഒന്ന് നോക്കാം. കൽക്കട്ട നോ മിൻറ്റ് മാർക്കാണ്. ബോംബെ ഡയമണ്ടും ഡോട്ട് മാർക്കും കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് വന്നാലും ഡോട്ട് മാർക്ക് വന്നാലും അത് ബോംബെ മിൻറ്റിലേതാണെന്ന് മനസ്സിലാക്കണം. അടുത്തതായി ലാഹോർ, അത് വെളിയിൽ അച്ചടിക്കപ്പെട്ടുള്ള നാണയമാണ്. ലെറ്റർ എൽ ബിലോ ഡേറ്റ്, അതായത് ഡേറ്റിന് താഴെ ഒരു എൽ അക്ഷരം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അടുത്തതായി പ്രിറ്റോറിയ എന്ന് പറയുന്ന രാജ്യമാണ്. പ്രിറ്റോറിയയാണോ ഒന്നും അറിയാൻ വയ്യ. നമ്മളങ്ങനെ രാജ്യത്തിൻ്റെ പേരൊന്നും കേട്ടിട്ടില്ല. അത് മൈക്രോ ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ചെറിയ ഡോട്ടാണ്. നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുമായിരിക്കും. ഞാനിതുവരെ കണ്ടിട്ടില്ല നാണയങ്ങളൊന്നും. അപ്പോൾ നമുക്കിനി കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. 1943 ബോംബെയിലും കൽക്കട്ടയിലും അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 15 രൂപയിൽ തുടങ്ങി 75 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. 1944 ബോംബെയിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾ 15 രൂപയിൽ തുടങ്ങി 75 രൂപ വരെയും, കൽക്കട്ട മിൻറ്റ് കോയിൻ റെയർ കോയിനാണ്, 100 രൂപയിൽ തുടങ്ങി 1000 രൂപ വരെയും, ലാഹോറിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾ 25 രൂപയിൽ തുടങ്ങി 300 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 1945 ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 15 രൂപയിൽ തുടങ്ങി 75 രൂപ വരെയും, ലാഹോറിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾ 25 രൂപയിൽ തുടങ്ങി 300 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 1947 മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 15 രൂപയിൽ തുടങ്ങി 75 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹാഫ് അണയുടെ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.